ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, ഇതാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. തക്കാളിപ്പഴം, ഇഞ്ചി, വെളുത്തുള്ളി, ബാക്കി സവാള, എല്ലാ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി, പൂരി, പാലപ്പം, വെള്ളയപ്പം, ഇടിയപ്പം, ചോറ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോഴേ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞ് വെച്ച് ചപ്പാത്തിക്ക് കുഴച്ചും വെച്ചിട്ട് നമുക്ക് കാണാം. കൂട്ടുകാരെ, അപ്പോഴേ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയട്ടെ. വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്, സവാള എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചേക്കുവാണേ. അതിൻ്റെ കൂടെ 4 തക്കാളിപ്പഴം വേണ്ട, ചെറിയ 2 തക്കാളിപ്പഴം മതി കേട്ടോ. പിന്നെ കറിവേപ്പില, മല്ലിയില വേണമായിരുന്നു, പക്ഷെ മല്ലിയില ഇല്ല, അതുകൊണ്ട് നമുക്ക് മല്ലിയില ഇല്ലാതെ കറി വെക്കാം കേട്ടോ. ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ വേണം കേട്ടോ. ഇത് വെള്ളം ഒഴിച്ച് നമ്മൾ ഉപയോഗിക്കത്തില്ല, വെള്ളം ഉപയോഗിക്കത്തേ ഇല്ല ഇതിന്. ഈ വെളിച്ചെണ്ണയ്ക്ക് കിടന്ന് അത് വേകണം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഒത്തിരി വെളിച്ചെണ്ണ വേണ്ട, ഇതിനകത്ത് ഈ വഴുതനങ്ങയുടെയും ഉള്ളിയുടെയും വെള്ളമുണ്ടല്ലോ. അപ്പോൾ അധികം വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇടുക. 1/2 ടീസ്പൂൺ കടുക് ഇട്ടാൽ മതിയേ. അത് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക്, കടുക് പൊട്ടി അതിനകത്തിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചിടുക. അതിനുശേഷം അതിനെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില, ഇത് ഞാൻ കഴുകി വെച്ചതാണേ. വെളുത്തുള്ളി, ഈ എണ്ണേരം ഒന്നും ചുമക്കൊന്നും മൂക്കൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കാം. രാവിലെ വേകണ്ടിയില്ലോ, പോത്തുന്നേരം ഒന്നും ഇളക്കണ്ട. പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഈ അരിഞ്ഞ് വെച്ച സവാള, ഉരുളക്കിഴങ്ങ്, ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വഴുതനങ്ങയാണ് കേട്ടോ. വഴുതനങ്ങ ഇല്ലെങ്കിൽ കറി കൊള്ളത്തില്ല. വഴുതനങ്ങ ഒന്നുകൂടെ കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, എത്ര ഇട്ടാലും കുഴപ്പമില്ല. അതാണ് അതിൻ്റെ ടേസ്റ്റ് വരാനുള്ള സാധനമാണ്. ഇതിനെ നല്ലോണം ഇളക്കി കൊടുക്കും. ഇപ്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഒന്നും ഇടല്ലോ കേട്ടോ, മഞ്ഞപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുക. നല്ലതായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം എല്ലാം ഒന്ന് മല്ലിപ്പൊടി ഇങ്ങനെ വെച്ചിട്ട് നല്ലോണം അടച്ചു വെക്കുക. അത് പെട്ടെന്ന് വഴന്ന് വേഗം അത് കുറച്ചേ കാണത്തുള്ളൂ കേട്ടോ. കൂടുതൽ വേണ്ടിയത് കൂടുതൽ എടുക്കണം. ഇതിപ്പോൾ പേർക്ക് കഴിക്കാനുള്ളത് മതിയല്ലോ, ഞാൻ കുറച്ചേ എടുക്കുള്ളൂ. ഇപ്പോഴേ ഇടരുത്. ഇപ്പോൾ കുറച്ച് ഒന്ന് വഴന്നതിന് ശേഷം മാത്രമേ ഇടാവൂ കേട്ടോ. അതുപോലെ തക്കാളിപ്പഴം ഇടരുത്. തക്കാളിപ്പഴം അതിൻ്റെ മസാലകളൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഇടാവും, അല്ലെങ്കിൽ തക്കാളിക്ക വേഗത്തില്ല, സാധനങ്ങളൊന്നും വേഗത്തില്ല. ഇത് അവിടെ നിന്നൊന്ന് വേകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തിയുടെ പരത്തി വെക്കാം. ചപ്പാത്തിയുടെ ഞാൻ നേരത്തെ കുഴച്ച് വെച്ചേക്കുവാണ്. 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതെടുത്ത് ചപ്പാത്തിക്ക് കുഴക്കുന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇത് ആവശ്യാനുസരണം ഉരുട്ടി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. വെളിച്ചെണ്ണ പോരാന്നുണ്ടെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ ഉണ്ട്, ഒരു വെളിച്ചെണ്ണ വേണ്ടല്ലോ. ഇത് ഈ ആവിയിലിരുന്നാണ് വേകേണ്ടത്. ഉള്ളി പോലും വെള്ളം ചേർക്കരുത്. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇനിയുമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. വഴുതനങ്ങയൊന്നും കാണാനേ ഇല്ല, എല്ലാം വെന്തു. സവാളയും വെന്തു. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നല്ലോണം ഇളക്കുക. മല്ലിപ്പൊടിയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി. അതിനുശേഷം മുളക് പൊടി നമ്മൾ പച്ചമുളക് 4 ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. വീണ്ടും നല്ലതായിട്ട് ഇളക്കുക. അതിലേക്ക് ഗരം മസാലപ്പൊടി, അത് ഒരു 1/2 ടീസ്പൂൺ, അത് ചേർത്ത് നല്ലോണം ഇളക്കുക. അപ്പോൾ ഇത് അല്പനേരം ഒന്ന് മൂക്കട്ടെ. നല്ലോണം ഇളക്കി കൊടുക്കുക, എല്ലായിടത്തും പിടിക്കട്ടെ. മുളക് പൊടി, അതിൻ്റെ മസാലകളെല്ലാം നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളിപ്പഴം ഇത് വീണ്ടും നല്ലോണം ഇളക്കുക. അതിനുശേഷം വീണ്ടും ഇത് പെട്ടെന്ന് വേകും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഉരുളക്കിഴങ്ങും നല്ലോണം വേകുന്ന സമയമേ എടുക്കുന്നുള്ളൂ. വീണ്ടും അതിനെ അടച്ച് പൊത്തി വെക്കുക. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തിയെല്ലാം പരത്തി വെച്ചിരിക്കുകയാണ്. ഇനി ചപ്പാത്തി അത് വേകട്ടെ. അതിന് ശേഷം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അതങ്ങ് മാറ്റി പിന്നെ വെക്കാം.
ചപ്പാത്തിയുടെ എല്ലാം ഉരുട്ടി വെക്കുക. അല്പം പൊടി എടുക്കുക. ചപ്പാത്തിക്ക് പരത്തുക. കറി വേകുമ്പോഴത്തേന് നമുക്ക് ചപ്പാത്തിയുടെ പരത്ത് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായി ദോശക്കല്ല് ഇതൊക്കെ വെച്ചു. ദോശക്കല്ല് ചൂടാവട്ടെ. അപ്പോഴത്തേക്കിന് നമ്മുടെ വഴുതനങ്ങ കറിയും ആകട്ടെ. അപ്പോഴത്തേന് നമ്മുടെ വഴുതനങ്ങ കറി ഇങ്ങനെ വെന്തുകൊണ്ടേയിരിക്കുക. ചെറിയ തീയിൽ വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല. ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ല മണം വരുന്നു. മസാലയുടെ ഒക്കെ നല്ല മണം വരുന്നു. ഇത് ചോറിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. വെള്ളമൊന്നും ഒട്ടും ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. നമ്മളിങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് വെന്ത എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് ഉടയണ്ട, ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ. ഇതിനകത്തിലെല്ലാം അതിൻ്റെ മസാലകളെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി വെന്തില്ല. തക്കാളിപ്പഴമൊക്കെ ഇച്ചിരി വേകാനുണ്ട്. സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ആവശ്യാനുസരണം ഒഴിക്കാം. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കും. വീണ്ടും ഇളക്കി. ഇനി ചാറില്ല കേട്ടോ, ഇത് കുഴഞ്ഞിരിക്കും. മല്ലിയില ഉണ്ടെങ്കിലാണ് പ്രത്യേക ചെറു ടേസ്റ്റ്. ഇന്ന് മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇല്ലാതെ വെക്കും. ഇനി അടച്ചു വെക്കാം ഒന്നുകൂടെ. ഇപ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. നമ്മുടെ ദോശക്കല്ല് ചൂടായിട്ട് കിടക്കുവാണ്. ഞാൻ എണ്ണയൊന്നും പറ്റാതാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഉണ്ടോ എല്ലാം പൊള്ളി വരുന്നുണ്ടേ. അതിന് തിരിച്ചിടുക. തിരിച്ചിട്ടതിന് ശേഷം അല്പം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ എണ്ണ പെട്ടെന്ന് ഇഷ്ടമല്ല. നമ്മളിതിനെ മാറ്റി ഇങ്ങനെ വെച്ച് കൊടുക്കണം. കരിയാ തിരിച്ചും മറിച്ചും എന്നിട്ട് കൊടുക്കുക. എങ്ങനെ എൻ്റെ ചപ്പാത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാ വശവും നല്ലോണം രണ്ടാമത് ഇട്ടിരിക്കുകയാണ്. കാസറോൾ ഇടുന്നത്. നിങ്ങളിങ്ങനെയാണോ ചപ്പാത്തി ഉണ്ടാക്കുന്നത്? കാലാവസ്ഥയൊക്കെ മാറി നല്ല വെയിലൊക്കെ ആയി. ഇത്ര നേരം മഴയൊക്കെ ആയിരുന്നു. ചേട്ടൻ രാവിലെ പോയി. രാവിലെ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇത് മോന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കുക. എങ്ങനെ ചപ്പാത്തിയൊക്കെ കാണാൻ നല്ല ഇഷ്ടമല്ലേ? കരിയരുത്. ഇടയ്ക്ക് നമുക്ക് നമ്മുടെ കറി ഒന്ന് നോക്കാം. ഇപ്പം നമ്മുടെ കറി ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ആയിട്ടുണ്ട്. ഇനി ഒന്നും വേണ്ട. ഇത് നമ്മളിങ്ങനെ സെർവ് ചെയ്താൽ മതി കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പം, ചോറ് എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഉപ്പൊന്ന് നോക്കട്ടെ. ഇപ്പം നമ്മുടെ കറിക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. പരുവത്തിന് ഉപ്പുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ. അപ്പം നമുക്കിനിയും നമുക്ക് ചപ്പാത്തി സെർവ് ചെയ്യാം. പാത്രം എടുക്കുക. ചപ്പാത്തി മടക്കി വെച്ചേക്കുന്നു. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല മണം. അപ്പോഴേ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടണം. എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനിയും വേറൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.